ഹലോ ഗെയ്സ്, ഇന്ന് നമ്മളുള്ളത് ഒരു പാവൽത്തോട്ടത്തിലാണ്. പാവൽത്തോട്ടം എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നൊരു പാവൽത്തോട്ടമല്ല ഇത്. ഇതൊരു പച്ചപ്പാവയ്ക്കേൻ്റെ തോട്ടമാണ്. കരിമ്പച്ച കളറിലെ പാവലാണിത്. നമ്മുടെ നാട്ടിൽ, നമ്മളെ വയനാട്ടിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കൃഷിയില്ല, നമ്മൾ ഉപയോഗിക്കാറുമില്ല. ഇതിന് കുറച്ചും കൂടി ഒരു കയ്പ്പ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കാറില്ല. ഇവർ നേരെ തിരിച്ചാണ്. അത് വെളുത്ത പാവയ്ക്ക ഉപയോഗിക്കാറില്ല, ഈ പാവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അത് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടെടുത്തോളം തമിഴ്നാട്ടിലും അവർ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഈ പച്ച കളറിലെ പാവയ്ക്കയാണ്. നമ്മൾ മലയാളികളാണ് വെള്ള കളറിലെ ലൈറ്റ് പച്ച കളറിലെ പാവയ്ക്ക ഉപയോഗിക്കുന്നത്. കേട്ടോ, നല്ല കരിമ്പച്ച കളറായിരിക്കും ഇത്. അതുപോലെ തന്നെ ട്രിപ്പ് ഇറിഗേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു ഹൈടെക് ആയിട്ടുള്ളൊരു കൃഷിയോ കാര്യങ്ങളോ പന്തലോ ഒന്നുമല്ല. ഇത് കണ്ട് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ടാണ് ഇത് ഒരു പന്തൽ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു നീല നൂലാണ്, അതായത് വലയൊക്കെ തുന്നുന്നൊരു നൂല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പന്തൽ ചെയ്യാറ്. പക്ഷേ ഇവർക്ക് പണി അറിയത്തില്ല. അതിന് കുറച്ച് കെട്ടാനൊരു നേക്കുണ്ട്, അത് അറിയണം. അതറിയില്ലാത്തത് കൊണ്ടാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ് ഉപയോഗിക്കുന്നത് പന്തൽ കെട്ടാൻ. നമുക്ക് ഇത് പണി കുറച്ച് താമസം പിടിക്കുന്ന പണിയാണ്. അത് നമുക്ക് സിമ്പിളല്ല, അറിയുന്നവർക്ക് ഒരു നേക്കിൽ ചെയ്യാതെ. ഇത് ഭയങ്കര താമസം പിടിക്കും, ഇത് ഒരേ വള്ളി കെട്ടി വരാൻ. അതൊരു റോളായതുകൊണ്ട് നമ്മൾ കയ്യിൽ പിടിച്ചതിട്ട് കെട്ടിപ്പോകാൻ എളുപ്പമാണ് നമുക്ക് അറിയുന്നവർക്ക് കേട്ടോ. ഇതിന് കുറച്ചും കൂടി ഒരു രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇലയൊക്കെ നല്ല പച്ചപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കേട് കുറവുണ്ട്. നമ്മുടെ അവിടെ ആണെങ്കിൽ പുള്ളിക്കുത്തും കാര്യങ്ങളുമായിട്ട് ഒരു മഞ്ഞപ്പൊക്കെ വല്ലാണ്ട് വരാറുണ്ട്. ഈ തോട്ടത്തിന് ആ ഒരു രോഗം കാണുന്നില്ല കാര്യമായിട്ട്. നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ടാണ് തോന്നുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഈ സമയം കൊണ്ട് എത്ര മരുന്നടി അടിക്കേണ്ട സമയമായിട്ടുണ്ടാവും. അതിനങ്ങനെ ഒരു പഴുത്ത ഇലകൾ കുറവാണ്, അതായത് മൂത്ത് പഴുത്തിട്ടുണ്ടെന്നല്ലാണ്ട് അല്ലാതെ ഒരു കേട് വന്നിട്ടുള്ള പഴുപ്പ് കാണുന്നില്ല. ഇതുപോലെ ആയിട്ട് വരുന്നേ ഉള്ളൂ. അതിലേക്ക് ആയി കായ്കളായി നിറച്ച് കായ ആയിട്ടില്ല, ഇത് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കൃഷി ഇതിൻ്റെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ വയനാട്ടിൽ പ്രത്യേകിച്ച് ഇത് കൃഷി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാൻ തോന്നിയത്. പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ പറമ്പിൽ തന്നെ ഉള്ളത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു തോട്ടമല്ല, നല്ല തോട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹൈടെക് ആയിട്ടുള്ളൊരു രീതിയിലല്ല ഇവർ ചെയ്തിരിക്കുന്നത്, നാടൻ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പന്തലാണ്. അതായത് കയറിപ്പോകാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന എണ്ണപ്പനേൻ്റെ ഒരു കൈ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ആ പാവലിനെ കയറ്റി പന്തലോട്ട് വിട്ടിരിക്കുന്നത്. അതേപോലെ ഇത് തടമല്ല, ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തടമായിട്ട് ചുറ്റും ചെത്തിക്കൂട്ടിലാണല്ലോ, ഇവർ നേരെ നീളത്തിലാണിത് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലിട്ട് മണ്ണ് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.